തീരാ നോവാണ് വയനാട്. ഉറ്റവരെ നഷ്ടപ്പെട്ട മനസ്സിലും ശരീരത്തിലും ഉണങ്ങാത്ത മുറിവുകളുമായി ആശുപത്രി കിടക്കയിൽ കഴിയുന്ന ചിലരുണ്ട്. ഉരുളെടുത്ത മുണ്ടക്കൈയിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയ അനിൽകുമാറിന് നഷ്ടമായത് തൻ്റെ അമ്മയെയും പൊന്നോമന കുഞ്ഞിനെയുമാണ്. ഉരുൾപൊട്ടലിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. തൻ്റെ 2.5 മാസം പ്രായമുള്ള കുഞ്ഞിനെയും അമ്മയെയും കാണാനാണ് പ്രവാസിയായ അനിൽകുമാർ മുണ്ടക്കയിലെ തൻ്റെ വീട്ടിലേക്കെത്തിയത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് സമയം ഒരു നൈറ്റൊരു 1:10 1:15 സമയം. ആ സമയത്തായിരുന്നു ഒരു മുഴക്കം കേൾക്കുന്നുണ്ടായിരുന്നു. മുഴക്കം കേട്ട് മലകളും കുന്നും എല്ലാം ഇടിഞ്ഞു വരുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഞാൻ ഉറങ്ങിക്കിടക്കായിരുന്നു. ഞാൻ എൻ്റെ വൈഫും കൊച്ചും റൂമിലായിരുന്നു. അച്ഛനും അമ്മയും അകത്തായിരുന്നു. അങ്ങനെ പെട്ടെന്നിരുന്നത് അടുത്തെത്തുമ്പോഴായിരുന്നത് കണ്ടത്. എണ്ണിച്ച് ഓടാനുള്ള ഒരു സമയം പോലും കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ അപ്പത്തിനും പാടി മൊത്തം കുലുങ്ങാൻ തുടങ്ങി, പാടി വീഴാൻ തുടങ്ങി. പാടി വീണതിൽ നേരെ ചളി 2 സൈഡ് കൂടെ അടിച്ചിട്ട് കയറി, വെള്ളം ചളിയായിട്ട്. പാടിൻ്റെ ബാക്ക് സൈഡ് കൂടി പാടിൻ്റെ ഫ്രണ്ട് കൂടെ കയറി. ഫ്രണ്ടിലേക്ക് ഒരു സൈഡിലേക്ക് പാടിൻ്റെ സൈഡിലേക്ക് ഇടിച്ചതും ഞാൻ തിരിച്ച് നേരെ മുറ്റത്ത് വീണു. ആ ചളി നേരെ തന്നെ കൊണ്ടുപോയി നമ്മൾ മുണ്ടക്കൈ സ്കൂളിൻ്റെ അതുവരെ നമ്മളെ കുട്ടീനെയൊക്കെ തൊട്ടിലാട്ടിട്ട് കൊണ്ടുപോകണം. എന്നെ ചളി കൊണ്ടുപോകും. എനിക്ക് നിൽക്കാനും പോലും സമയം തരുന്നില്ല. അത്രയും ഫോഴ്സിലാണ് പോകുന്നത്. പുഴയിലെത്തിണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ ഭാഗത്ത് ഞാൻ ഈ പുഴയിൽ നിന്നിട്ടുള്ള വെള്ളം അടിച്ച് മേലെ കയറിയപ്പോൾ നമ്മൾ മുണ്ടക്കൈ സ്കൂളിലോട്ടാക്കിയിരുന്നു. ബോധമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മരണം കൺമുന്നിൽ പോവുകയാണ് എന്നൊരു രീതിക്കായിരുന്നു നിന്നത്. ഞാൻ ആ ചളിയിൽ ഒരു 3-4 കറക്കിട്ട് തന്നെ ആ ചളിയിലിട്ട് സ്കൂളിൻ്റെ അവിടെ മതിലിൽ കൊണ്ടിട്ടാണ് ഇവിടെ ഇടിച്ചത്. തോളത്ത് അതിടിച്ച് മൊത്തം വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൊത്തം ചളിയായിരുന്നു. വായൻ്റെ അകത്തും മൂക്കിന് കണ്ണിലൊക്കെ ഫുള്ള് ചളിയാണ്. ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. പെട്ടെന്നൊന്ന് മൂക്കൊക്കെ ചീറ്റി ഛർദ്ദിച്ച് ഞാൻ അവിടെ തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ഫുള്ള് ഇരുട്ടായിട്ടൊന്നും കാണുന്നുമില്ല. ഒന്നുമില്ല. പുഴയിൽ പോകുന്നവർ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. എവിടെയാണെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് ഞാൻ എണീച്ചു. ഒരു ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല, മേത്തൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞാൻ എണീച്ച് മൊത്തം ചളിയായിരുന്നു. എല്ലാം ഛർദ്ദിച്ച് നോക്കുമ്പോൾ കുറച്ചപ്പുറത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി നേരെ കയ്യിലൊരു ഫോണും വെച്ചിട്ട് ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിട്ട് വെളിച്ചം മാത്രം കാണുന്നുണ്ട്. എനിക്ക് ആരാണെന്ന് അറിയുന്നില്ല. ഞാൻ പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് പോയി കമ്പും എല്ലാം മാറ്റി മണ്ണൊക്കെ മാറ്റി ആ ചേച്ചീൻ്റെ കൈ പിടിച്ച് വലിച്ചെടുത്ത്. നമ്മൾ അയൽവാസി തന്നെയായിരുന്നു. തൊട്ട താഴേക്കുള്ള അയൽവാസിയായിരുന്നു. അവർ വലിച്ചെടുത്ത്. പിന്നെ ഓരോരുത്തർ നിലവിളിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഇരുട്ടായിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ കുറേ എൻ്റെ അമ്മേനെയും കൊച്ചിനെയും വൈഫിനെയും അച്ഛനൊക്കെ തിരയുന്നുണ്ട്. ആരും കാണുന്നില്ല. എനിക്ക് മേലെ നിന്ന് ടോർച്ചടി കാണുന്നുണ്ടായിരുന്നു, വെളിച്ചം കാണുന്നുണ്ട്. ആ വെളിച്ചത്തിൽ കൂടെ ഇരുട്ടത്തിൽ ഞാൻ മേലെ കയറിപ്പോയി. മേലേക്ക് നേരെ അങ്ങനെ നടന്ന് മേലെ കയറിപ്പോയി. ആ പാടിൻ്റെ അവിടെ എത്തുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് അനിയന് വെള്ളം കൊണ്ടുവന്ന് തലയിലൊക്കെ ഒഴിച്ച് അവിടെ നിന്ന് നേരെ വണ്ടീനെ അങ്ങോട്ട് എത്തി. ഞാനാണ് ആദ്യം ചൂരമല അങ്ങോട്ട് പോകാൻ നേരത്താണ് ചൂരമല പാലവും പോയി. ചൂരമല പാലം പോയി കഴിഞ്ഞിട്ട് അവിടെ തന്നെയായിരുന്നു. അതുവരെ ഞാൻ ആരും വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ നോക്കുന്നുണ്ട്, ആരും കാര്യമില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അച്ഛനെയും വൈഫിനെയും കണ്ടത്. അവർ വന്നപ്പോൾ എല്ലാവരും ഉണ്ടെന്നൊരു സമാധാനത്തിലായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ കൊച്ചും കിട്ടിയിട്ടില്ല. 2.5 വയസ്സുള്ള മോനായിരുന്നു. ഞാൻ പുറത്തായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നാണ് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു മാസം കണ്ടുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ അമ്മയും അകത്തായിപ്പോയി, കൊച്ചും അകത്തായിപ്പോയി. പാടി മൊത്തം വീണു. പിന്നെ ഞാൻ വന്ന് ഇവിടെ ഐസിയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കാര്യം അറിയുന്നത്. അമ്മേനെയും കൊച്ചിനെയും കിട്ടിയില്ല. ഇന്നലെ കണ്ടവരൊന്നും ഇന്നില്ല. നാടില്ല, നാട്ടുകാരില്ല, എല്ലാവരും പോയി എന്ന് പറഞ്ഞു. കയ്യിൽ ഫോണൊന്നുമില്ല, ന്യൂസൊന്നും കാണാൻ, എന്തെങ്കിലും കേൾക്കാൻ. ഓരോരുത്തർ പറയുന്ന ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പോയി എന്നാണ് പറഞ്ഞത്. പുറത്തെന്തായിരുന്നു ജോലി ചെയ്തത്? ഞാൻ സ്കിൽ വർക്കറായിരുന്നു. പെയിൻ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. മാനുഫാക്ചറിങ് കമ്പനിയിലായിരുന്നു. ഈ മാസം 10-ാം തീയതി പോകാൻ നിൽക്കുന്നതായിരുന്നു. അന്നത്തെ തലേദിവസം എല്ലാം പാക്ക് ചെയ്ത് പാസ്പോർട്ടൊക്കെ എടുത്ത് ബാഗൊക്കെല്ലാം പാക്ക് ചെയ്തിട്ട് വൈഫ് ഹൗസ് പോകാൻ വേണ്ടി നിന്നായിരുന്നു. പക്ഷേ നൈറ്റ് ഇതുപോലെ സംഭവിച്ചു പോയി. തലേ ദിവസം ഇതിൻ്റെ സൂചനകൾ എന്തെങ്കിലും? ഇതിൻ്റെ സൂചനകളെന്ന് പറയുന്നതിൽ അത്രയും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസം മാത്രമാണ്, നൈറ്റ് മാത്രമാണ് മഴ പെയ്യുന്നത്. അതിൻ്റെ അതേ ദിവസം തന്നെയായിരുന്നു ഞാൻ ചാനലുകാരെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പുഴയിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത്. പുഴയിൽ അത്ര വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് മഴ കൂടിയിട്ടാണ്, മലയ്ക്ക് മാത്രം നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നിന്നത്.
ഡോക്ടർമാർക്ക് എന്താ പറയുന്നത്? ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് ഇവിടെ എല്ലാം ചികിത്സയും കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റലെല്ലാം ഫ്രീ ആണ് ചെയ്യുന്നത്. 3 മാസം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ബാക്കിൽ ചെറിയൊരു അത് സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്ന്. നട്ടലിന് പൊട്ടുണ്ടെന്ന് പറഞ്ഞു. 3 മാസം എന്തായാലും ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. 3 മാസം എന്തായാലും ബെഡ് റെസ്റ്റ് കമ്പൽസറി എടുക്കണമെന്ന് പറഞ്ഞു. അനങ്ങാൻ പറ്റില്ല, എണീക്കാൻ പറ്റുന്നില്ല, എല്ലാം കിടന്നവിടെ തന്നെയാണ്. അതിജീവനത്തിലേക്ക് കടക്കുമ്പോഴും കുഞ്ഞിൻ്റെയും തൻ്റെ അമ്മയുടെയും ഓർമ്മകൾ അനിൽകുമാറിന് തീരാ നോവാണ്.